Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻ ഇന്നും ചെയ്യുന്ന ഒരു ചെറിയ വാശിയാന്ന് വെച്ചോ. എന്നാന്ന് വെച്ചാൽ എന്നാന്നോ, ഈ പറഞ്ഞുകൊണ്ട് എല്ലാവരും പരാതി പറയുമല്ലേ, അപ്പം ഞാൻ ഇച്ചിരി പനീറിനോട് തന്നെ അങ്ങ് കളിച്ചേക്കാന്ന് വിചാരിച്ചു. പനീർ എന്നല്ല, വെജിറ്റേറിയനോട് തന്നെ. കുറേ നാളുകൊണ്ട് നമ്മൾ ഈ വെജിറ്റേറിയൻകാരുടെ പരാതി കേൾക്കുമല്ലയോ. അന്നേരം പിന്നെ നമ്മളൊരു ഇച്ചിരി മാറിയില്ലെങ്കിൽ എന്നല്ലേ അവർക്ക് വിഷമാവില്ലേ. നമ്മൾ ഒരാളെ മാത്രം സ്നേഹിക്കാൻ പാടില്ല, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ വെജിറ്റേറിയൻ ചെയ്യാം. ഇന്ന് പക്ഷെ ചെയ്യുന്നത് പനീറിലാന്നേ ഉള്ളൂ. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ പനീർ കറി, അതായത് കാലി മിർച്ചി പനീർ കറി. കാലി മിർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകിനെയാണ് ഈ കാലി മിർച്ചി പറയുന്നത്. കാലി മീൻസ് കറുപ്പ്, മിർച്ചി മീൻസ് എരിവ്, മുളക്. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് ചേർത്തിട്ടുള്ള ഒരു സാധാ സിമ്പിൾ പനീർ കറിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ പനീറിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇതിനകത്ത് ടോഫു ഉപയോഗിക്കാം, പിന്നെ പനീർ ഉപയോഗിക്കാം, മഷ്റൂം ഉപയോഗിക്കാം, അങ്ങനെയെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ കൂട്ട് മറ്റേ പച്ചക്കറിയൊക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ചൊരു ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു കറിയാണ്. എന്നാലേ അതിനകത്തൊരു ടേസ്റ്റ് വരത്തുള്ളൂ. വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാറ്റ് കണ്ടൻസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കറിയാണെങ്കിൽ ചുമ്മാ ഇപ്പോൾ ഒരു ടേസ്റ്റ്ലെസ് ആയി പോകും. അതിനൊരു ടേസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്നാ പറയുക എയിം എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഒരു കാര്യം പറയാം, ടു ബി ഫ്രാങ്ക്, നമ്മൾ ഏതൊരു റെസിപ്പിയും ഉണ്ടാക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. വിതൗട്ട് എനി സോൾ ആണ് ശരിക്കും ഒരു റെസിപ്പി. അതിനൊരു സോൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ ഫ്ലേവേഴ്സും ചേർത്ത് നമ്മുടെ ആ എന്നാ പറയുക സന്തോഷവും മസാലാസും എല്ലാം, ആ സന്തോഷവും സംതൃപ്തിയും ഫ്ലേവേഴ്സും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരു റെസിപ്പിക്ക് ഒരു സോൾ ഉണ്ടാവുന്നത്. എന്നാലേ ആ റെസിപ്പിക്ക് ഒരു ജീവൻ വയ്ക്കത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്, പക്ഷേ കുറച്ചൊരു റിച്ച് ഫുഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്നാലേ അതിനുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ദാറ്റ് മീൻസ് ആ കറിക്ക് ഒരു സോൾ വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അതിൻ്റേതായ കറക്റ്റ് റേഷ്യോസ് എല്ലാം ചേർത്താൽ മാത്രമേ അതിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുറച്ച് ഉള്ളി വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇച്ചിരി ഉപ്പ്, വെജിറ്റബിൾ ഓയില്, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പനീർ, പിന്നെ കുറച്ച് പീസ് വേണം, പിന്നെ വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീം, ഗരം മസാല, പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക്. ഇത് തല്ലിയ കുരുമുളകാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സവാള വേണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വേണം, ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, പിന്നെ അണ്ടിപ്പരിപ്പ് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച്, ഇതിന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പനീറും പീസും ആന്നു. പിന്നെ വേണ്ടിയത് ഫ്രഷ് ക്രീം വേണം. ഫ്രഷ് ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാലേ കുറച്ച് റിച്ച്നെസ് അതിന് വരത്തുള്ളൂ. പിന്നെ വേണ്ടിയത് ഗരം മസാല. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തല്ലിയ കുരുമുളക്. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. എന്നാ സാധനമാണെന്ന് വെച്ചാൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, ഇത്രയും സാധനങ്ങൾ അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മിക്സി എൻ്റെ സൗകര്യത്തിന് ഇവിടെ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. ചുമ്മാ അവിടെ വരെ നടന്നിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്നറിയോ, ജോലിയൊക്കെ പെട്ടെന്ന് തീർന്നാലേ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് ഇച്ചിരി നേരം ഒന്ന് 5 മിനിറ്റ് മിണ്ടായിരിക്കാനൊക്കത്തുള്ളൂ. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, നമ്മുടെ അടുക്കളയിലെല്ലാം സൗകര്യത്തിനായിട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ അടുക്കളയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ എൻ്റെ എല്ലാ അടുക്കളയിലാണ് ഇങ്ങനെ എല്ലാം വെച്ചേക്കുന്നത്. അന്നേരം ഒത്തിരി ദൂരം ഒന്നും പോകണ്ടല്ലോ. അപ്പോൾ അധികം എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മെലിഞ്ഞു ഇരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് ജോലി എപ്പോഴും അടുക്കളയിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല.
ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അണ്ടിപ്പരിപ്പ് മുഴുവൻ ഇട്ടോളൂ. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, എന്നാൽ അതൊക്കെ മുഴുവൻ ഇട്ടോളൂ. അന്നേച്ച് ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണം. ഇതിവിടെ ഇരിക്കട്ടോ. ഇതൊക്കെ അടുത്ത് വന്നപ്പോൾ എന്തോ സന്തോഷമാണെന്നറിയോ. വലിയ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് ജോലി തീരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ. പാതാമൃത്തിൻ്റെ അടുത്ത സൈഡിലെല്ലാം വെക്കാൻ പറ്റുവാന്നേൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ അങ്ങ് മിക്സി അങ്ങ് അറ്റത്തിരിക്കും, നമ്മൾ അടുപ്പ് ഇങ്ങ് അറ്റത്തിരിക്കും, വെള്ളം അങ്ങ് അറ്റത്തിരിക്കും. എന്നെ പാടെന്നറിയാം. ഇതൊക്കെ പറഞ്ഞു തരും. പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, ഓ പിന്നെ അങ്ങ് ഭയങ്കര പണിയല്ലേ അടുക്കളയിലെന്ന്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ തന്നെ ഇച്ചിരി അലച്ചിലല്ലേ. അലച്ചിൽ വരുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോകും. ഇതായിരിക്കും എല്ലാ സ്ത്രീകളും പറയുന്നത്, ഏത് നേരം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങ് ഭയങ്കര ക്ഷീണമാണ്. നേരെ കാണുന്നവർ ചോദിക്കുമ്പോൾ പിന്നെ അങ്ങ് ഭയങ്കര പണിയല്ലേ എന്ന്. അതുകൊണ്ട് അങ്ങനെ പറയരുത്. ഇതേപോലെ അടുക്കളയെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ഷീണം വരികയില്ല. ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ, എണ്ണ ഒഴിച്ച് വെച്ച് ഫസ്റ്റ് ഇച്ചിരി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് പനീർ ഒന്ന് വറുത്തെടുക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയി പോവേ. ഇത് ഇച്ചിരി വെള്ളമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ അതങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മേത്തെല്ലാവേ. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, അണ്ടിപ്പരിപ്പ് ഇതിനകത്തോട്ട് ഇടുക. ചൂടെണ്ണയാണ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തെറിക്കും. എന്നാന്ന് വെച്ചാൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം പച്ചച്ചുവയുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇത് നല്ലതായിട്ട് ഒരു ബ്രൗൺ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു കയ്പ്പ് ചുവ വരും. അത് നല്ല വഴന്ന് വരിക തന്നെ വേണം. ഇല്ലെങ്കിൽ ആ കറിക്ക് അവസാനം വരെയും നമ്മൾ പ്ലേറ്റിൽ വിളമ്പി ആഹാരം കഴിക്കുന്ന ആൾക്കാർ വരെ പറയും അതിന് നല്ല കയ്പ്പ് ചുവയുണ്ടെന്ന്. അപ്പോൾ കയ്പ്പ് ചുവ വരാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റാം. വെൽക്കം ബാക്ക് ടു ആരീസ് കിച്ചൺ. നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാന്നേ. ഇത് എന്നിട്ട് എന്നാ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഈ ബാക്കിയുള്ള എണ്ണയില്ലേ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ജീരകം ഇടണം. ഇത് നേരത്തെ ജീരകം എന്നാ ഇടാഞ്ഞെന്ന് ചോദിച്ചാൽ ഈ ഉള്ളിയിലൂടെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് മൂത്ത് പോവേ. അതുകൊണ്ടാണ് പിന്നെ ആ എണ്ണയിലോട്ട് ഞാൻ ആ ജീരകം ഇടുന്നത്. അതിന് ഒരു മൂത്ത ഒരു മണം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാം എളുപ്പപ്പണിയാണ്. ഇച്ചിരി അങ്ങോട്ട് തീ കൂട്ടി വെച്ചാൽ ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയും മാത്രമല്ല, കുരുമുളകിൻ്റെ തല്ലിയ കുരുമുളകില്ലേ ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കുന്നത്, അതും കൂടെ കുറച്ചിട്ടോളൂ. അതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ പീസ് ഇടും. ഇനിയുള്ളതിനൊന്നും അധികം വേവ് ഉള്ളതല്ല, അതുകൊണ്ട് നോക്കിയും കണ്ടേക്കോ ചേർക്കാവുള്ളൂ.
എന്നിട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം കുറച്ചൊഴിക്കണം. ഫ്രഷ് ക്രീമിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം. ഈ ഒഴിക്കുന്ന വെള്ളമാണു നമ്മുടെ ഗ്രേവി. അപ്പം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചേക്കരുത്, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ ഈ ഒഴിക്കുന്ന വെള്ളം എത്രയായാലും കുറുകും. കാര്യം എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടുണ്ട്, പിന്നെ ക്രീം ചേർക്കുക. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് കുറുകും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഇച്ചിരി കൂടി ഞാൻ ഒഴിക്കാൻ പോവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പനീറും പീസും ഒരു ഇച്ചിരി ഒന്ന് തിളച്ചൊന്ന് വറ്റണ്ടേ. വെന്ത് ആ വെള്ളം ഇച്ചിരി ഒന്ന് വറ്റി കഴിഞ്ഞാലേ ആ ടേസ്റ്റ് അതിനകത്തോട്ടെല്ലാം വരത്തുള്ളൂ. ഇതിനകത്തോട്ട് ഈ വറുത്ത് വെച്ച പനീറും കൂടെ ചേർക്കണം. പനീറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഗരം മസാല. മസാല എല്ലാം ഒരു കുറേശ്ശെ ചേർത്താൽ മതിയേ. കാര്യം എന്നാന്നോ, ഇതിനകത്ത് ഒരുപാട് ഈ കട്ടിയുള്ള എന്നാ പറയുക ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പനീറും പീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു മസാല പിടിക്കാനും മാത്രമുള്ളതൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് കുറച്ച് മസാല ചേർത്താൽ മതി ഫസ്റ്റ്. പിന്നെ അതൊന്ന് തിളച്ച് എല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി എത്ര ഇനി മസാല വേണം എന്ന് നോക്കുക. അതനുസരിച്ച് നമ്മൾ ചേർത്തേച്ചാൽ മതി. പിന്നെ എരിവ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുരുമുളകാന്നു. പിന്നെ കുരുമുളക് ചതച്ചതാന്നു. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന ചതച്ച കുരുമുളക് ഇട്ടാൽ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇടുവാന്നേൽ ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരത്തേ ഉള്ളൂ. അല്ലാതെ ആ കുരുമുളകിൻ്റെ ഒരു എന്നാ പറയുക, നമുക്കൊന്ന് വെച്ചാൽ അത് കിട്ടുന്ന അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് പെപ്പർ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് ഇച്ചിരി തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നോക്കുക, ഉപ്പ് പുളി എരിവ് അതെല്ലാം നോക്കുക. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി ഇച്ചിരി ഉപ്പ് ചേർത്തേ ചടച്ചു വയ്ക്കാം. ഒത്തിരി വേണ്ട, കുറച്ച്. പകുതി ക്രീം ഞാൻ വെച്ചേക്കുന്നത് എന്നാത്തിനാന്നറിയാവോ, അത് നമ്മൾ ഈ തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു ഇച്ചിരി കൂടെ ക്രീം ചേർത്താലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ക്രീം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് വാങ്ങാൻ നേരം ചേർക്കാം. പിന്നെ മല്ലിയില ഇടേണ്ടവർക്ക് മല്ലിയില ഇടാം. കറിവേപ്പില വേണ്ട കേട്ടോ, നിറച്ച് മല്ലിയില ഇടാം. പിന്നെ അന്നേൽ കുറച്ചുകൂടെയൊക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അതും ഇടുക. അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രഷ്ഡ് കുരുമുളകും കൂടി ഇട്ടേച്ച് വേണം ഇതെടുക്കാൻ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം. നല്ലൊരു സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റോ, അതല്ല സ്റ്റൂ എന്നൊന്നും പറയാൻ നോക്കുകയല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അത്. പക്ഷെ അത് വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്നാന്നറിയോ, നമ്മൾ ഏതൊരു കറി ഇന്ന് ദിവസവും വെക്കുന്ന ഒരു കറി ആയിക്കോട്ടെ, അത് ഓരോ ദിവസം വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഓരോ രുചിയായിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വെച്ചേക്കുന്ന ഈ പനീർ കറി ചിലപ്പോൾ ഞാൻ ഇന്നലെ വെച്ചതിനെക്കാട്ടും നല്ലതായിരിക്കാം. ചിലപ്പം അതിൻ്റെ ഉപ്പ് ബാലൻസ് ചെയ്തേക്കാം, ഇതൊക്കെ വരും. പക്ഷേ ഇപ്പം വെച്ച കറിയുടെ ടേസ്റ്റ്, അതായത് ഞാൻ ഇപ്പം ഈ വെച്ചേക്കുന്നതിൻ്റെ ഉപ്പും പുളി എരിവൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ പനീർ ഇവിടെ റെഡി ആട്ടോ. ഏറ്റവും എളുപ്പ വഴിയായിട്ടുള്ള ഒരു കറിയായത്. ഇത് വലിയ മെനക്കേടൊന്നുമില്ല ഇന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ബറോട്ടയാന്നു. അത് ഹെൽത്ത് അല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാ ചെയ്യാനാ, നല്ലൊരു കറി കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബറോട്ട കഴിക്കാനായിരിക്കും അല്ലേ. അതുകൊണ്ട് ഇന്ന് ഒരു കുറേ നാളുകൾക്ക് ശേഷമല്ലേ, അതുകൊണ്ട് ഇന്ന് ബറോട്ട ഇതിനൂടെ സെർവ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തിക്ക് നല്ലതാ. പിന്നെ ഏതൊരു പലഹാരത്തിനും കൂടെ പോകുന്ന, അതായത് പൂരിക്ക് നല്ലതാ, ചപ്പാത്തി ഇടിയപ്പം ഇതിനൊക്കെ ചേരുന്നതാണ്. ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റസ് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വില്ലനും ഒരു നായികയുമാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട വില്ലൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ. എൻ്റെ കൊച്ചെ, ഈ വില്ലനെ എങ്ങനെ കെട്ടി? അതാന്ന് എനിക്ക് ആദ്യം ചോദിക്കുക. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രേക്ഷകർക്കും കൂടെ അറിയാനുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വേറെ വിശേഷം ഒന്നും ഞാൻ ആദ്യം ചോദിക്കുമല്ല, ഈ വില്ലനെ എങ്ങനെ കെട്ടിയെന്നൊന്ന് അറിഞ്ഞേക്കാവുള്ളതുണ്ട്. അത് വലിയൊരു കഥയായിരുന്നു. വലിയൊരു കഥയാ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളിൽ ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു ഇത്. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു ലോകത്ത് ഞാൻ ഇങ്ങനെ മാറിയിരുന്നു.
പിന്നെ ലൊക്കേഷനിൽ ഞാൻ അധികം പെമ്പിളേർ അടിക്കൊന്നും നോക്കാറൊന്നുമില്ല ഞാൻ നല്ല കൊച്ചായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മാറി ഇരുന്നിട്ട് മൊബൈലിൽ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് വന്ന് പാട്ട്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഒരേ ടേസ്റ്റ് ആയിരുന്നു. പാട്ടുകൾ ഒരേ ഇഷ്ടമുള്ള, ഞാൻ കേൾക്കുന്ന പാട്ടുകളൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. അപ്പോൾ വന്നിട്ട് ആ പാട്ടൊന്ന് അയച്ചു തരുമോ? ആക്ച്വലി അത് കവർ ചെയ്തതാ, കാരണം ഇങ്ങനെ മുഖത്തൊക്കെ എനിക്ക് ഇഷ്ടമല്ല, അഭിനയിക്കും വേണം. അപ്പം ഡയറക്ടറൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്തോക്കില്ല, തിരിച്ചെന്തെങ്കിലും പറയണെങ്കിൽ റിയാക്ഷൻസ് കണ്ണ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മാതിരി കണ്ണ. ഇപ്പൊ എത്ര നന്നായതാന്നറിയോ? നന്നാക്കി എടുത്തു. ആ പിന്നെ കല്യാണത്തിന് ശേഷം ചില പെൺകുട്ടികളൊക്കെ നോക്കുമ്പോ ഞാൻ പറയും ഇത് എന്ത് നോട്ടേ നോക്കണം, ഇങ്ങനെ നോക്കി അല്ല അത് വരട്ടുന്നല്ല, അത് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ, ഇങ്ങനെ നമ്മള് ഒരാളെ നോക്കുമ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ നോക്കില്ലേ, പുള്ളിയെ നോക്കുമ്പോ ഇങ്ങനെയായിരിക്കും നോക്കുന്നത്. അത് ഇതിൽ ചെയ്തിട്ടേ ഞാൻ മിക്കവാറും എല്ലാം വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്തിട്ട് അവസാനം ശരിക്കും അങ്ങനെ ശരിക്കും നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഓ അങ്ങനെ ആയിപ്പോയി നമ്മുടെ ഉള്ളിലത്. ആ മാൻഡ്രസ് വെളിയിൽ വല്ല പ്രശ്നം ഉണ്ടായോ? അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വല്ലതും ആരെങ്കിലും സമാനം മര്യാദക്ക് നോക്കുന്നതേ ആ നോട്ടമാണ്. അല്ല, ഈ ഒരു കളലക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ നെഗറ്റീവ് റോൾസ് കിട്ടുള്ളൂ. അഥവാ നല്ല ക്യാരക്ടറിനെ വിളിച്ചാലും പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറിനെ വിളിച്ചു കഴിഞ്ഞാലും ഒരു 2 ഷെഡ്യൂളൊക്കെ കഴിയുമ്പോൾ കഥയിൽ മാറ്റം വരുത്തിയിട്ട് എന്നെ വില്ലനാക്കും. കഥ അപ്പൊ മാറും. അതെങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ തലവരെയാണ്. വേറൊരു ക്യാരക്ടർ ചെയ്യാൻ സമ്മതിക്കില്ല. എന്റെ അടുത്ത് ചില സമയത്ത് വന്നിട്ട് പറയും നമ്മളെ പുതിയ സീരിയലിൽ എനിക്ക് പോസിറ്റീവ് ക്യാരക്ടർ ആട്ടോ. അവർക്ക് അങ്ങനെ അബദ്ധം പറ്റൂ? ഇല്ല, നമുക്ക് അങ്ങനെയാ 2 ഷെഡ്യൂൾ വരുമ്പോ ഓ ഇത് നെഗറ്റീവ് നായികൻ അങ്ങനെ അപ്പൊ പിന്നെ ഇനി എന്തായാലും ആ തലവരെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് അറിഞ്ഞാൽ ഇങ്ങനെ ഒരു തലവര ആദ്യമായിട്ട് അങ്ങോട്ടൊന്ന് പോയാലോ? ഇതുകൊണ്ട് ഇവിടെ വന്നിരുന്നില്ലല്ലേ, പിന്നെ അത് എടുക്കാനൊക്കെ ആയിട്ട് പോകാനും ഒക്കെ പാടാം. അന്നേരം ഇവിടെ ഇരുന്നോണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് വർത്താനം ഒക്കെ പറഞ്ഞേച്ച് നമുക്ക് ഇടയിൽ തരാവേ, ആദ്യമേ തരികയില്ലേ പ്ലീസ്. ശരിക്കും പറഞ്ഞ ആ പനീറിലോട്ട് നോക്കുന്നതേ ഒരു വില്ലനായിട്ട് നോക്കുമായിരുന്നു. എനിക്ക് വരുന്നില്ല എന്നുള്ളൊരവസ്ഥ. എന്റെ ഇഷ്ട വിഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനീറാണ്. ആണ് ആരാ? ഞാൻ ബേസിക്കലി വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജിറ്റേറിയൻസിന് എനിക്ക് തോന്നുന്നു ഒരുവിധം വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് തോന്നുന്നു. പനീർ, മഷ്റൂം, ഗോബി മഞ്ചൂരി, ഇതൊക്കെയാണ് നമ്മുടെ നോൺ വെജ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് പനീർ. ഞാനിന്ന് തിന്ന് മരിക്കും. പ്യോർ വെജ്. നോൺ വെജ്. അയ്യോ, അപ്പൊ ഭയങ്കര രസോ എന്താ വെച്ച് കഴിഞ്ഞാ പുള്ളി കഴിക്കില്ല എന്നേ ഉള്ളൂ, എനിക്ക് കുഴപ്പമില്ലല്ലോ. വെജ് ഉണ്ടാക്കും, നോൺ വെജ് ഉണ്ടാക്കും. അപ്പം നോൺ വെജ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോൺ വെജ് അധികം അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറില്ല. നമ്മള് പിന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇവക്ക് ബെസ്റ്റ് നമുക്ക് ഒരു അയൽവക്കക്കാരുണ്ട്, അവര് നോൺ വെജ് ആക്കുന്നത് ആലപ്പുഴക്കാരാ. നോൺ വെജ് സാധനങ്ങളാണ് അവിടെ മിക്കവാറും ഉണ്ടാവുക. എന്തുണ്ടാക്കിയാലും എനിക്ക് കൊണ്ടുതരും. അപ്പൊ പിന്നെ ഹോട്ടലൊന്നും പോണ്ട, കിട്ടിക്കോളും. ഓക്കെ, അവിടെ വീട്ടിൽ കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നുണ്ടോ? അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. സമ്മതിക്കില്ല ഞാൻ. അല്ല, അവൾക്ക് പറ്റില്ല. ഇപ്പൊ സപ്പോസ് നമ്മള് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഇവക്ക് ഒരു എന്താ അതിന്റെ പേര് നരകക്കോഴിയോ ഇങ്ങനെ കറങ്ങുന്ന അല്ലേ, നരകത്തിന്റെ ഈ കോഴി. ഇപ്പൊ മനസ്സിലായി, ബൈബിളിലൊക്കെ കേൾക്കുന്ന കൂട്ടായി എന്തോ വലിയ പാപം ചെയ്തിട്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ശരിക്കും ആരാ ഇപ്പേരിട്ടെ? എങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. നരകക്കോഴി എങ്ങനെയോ വായിൽ ശരിക്കും കേട്ടോ, അതിനകത്തൊരു ശരിയാട്ടോ. നമ്മളൊക്കെ ഇനിയിപ്പോ ആലോചിക്കുമായിരിക്കും നമ്മളും ഒക്കെ ഇങ്ങനെ ചെല്ലുമ്പോ ഇങ്ങനെ കുഴപ്പമൊന്നുമല്ല. അല്ല, ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും ഇപ്പം എന്താ മേടിക്കണ്ടേ ചോദിക്കുമ്പോ ഞാൻ പറയും ഷവായ ചിക്കൻ. അങ്ങനെ പറഞ്ഞാന്ന് ചോദിക്കും. ആ കറങ്ങുന്ന സാധനം, ആ തീയിലിട്ട് കറക്കുന്ന നരകക്കോഴി. ഇപ്പൊ അതുകൊണ്ട് പറയാ സുഖമാ. ആ നരകക്കോഴി മേടിച്ചോണ്ട് പറഞ്ഞ പ്രശ്നമില്ല. വീട്ടിലിതൊന്നും ഉണ്ടാക്കാത്ത വീട്ടിലുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മള് സാധാരണ ഒന്നിച്ച് ഒരേ സമയത്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവക്ക് ഷെഡ്യൂൾ തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ നോൺ വെജ് ചെയ്യാൻ വീട്ടില് നമ്മുടെ ഒരു കസ്റ്റം അങ്ങനെയാണ്. നമ്മളെ വീട്ടില് കസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളെ
പിന്നെ എന്താ പറയാ ഈ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ശ്രീരാമ പരമഹംസരുടെ ഒരു ശിഷ്യനായിട്ട് വരും. അപ്പൊ അവരൊക്കെ ആ ഒരു പാത പിന്തുടർന്ന് വരുന്നോണ്ട് അച്ഛനും അമ്മയും അങ്ങനെ കസിൻസും അങ്ങനെ ആരും കഴിക്കില്ല. ഓ അത് ശരി. പക്ഷേ കഴിക്കുന്നവരുണ്ട് ഇപ്പം മാറി മാറി ഇപ്പം ജനറേഷൻ മാറുന്നോറും മാറുന്നവരുണ്ട്. മീൻസ് ഉണ്ടാവും ഫാമിലിയിൽ. നമ്മളെ ഫാമിലിയിൽ ആരുമില്ല, നമ്മളെ എൻ്റെ അച്ഛനും അമ്മയും ആരും കഴിക്കില്ല, മാത്രമേ ഉള്ളൂ. അത് കല്യാണത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഇവര് വെജിറ്റേറിയൻസ് ആണെന്നറിയാം. ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ കഴിക്കാനായിട്ട് നിർബന്ധിക്കില്ല, എന്നെ കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും വരരുത്, അങ്ങനെയാണ് ഈ കല്യാണത്തിന് താല്പര്യം. അത് ഞാൻ അപ്പൊ തന്നെ ഒക്കെ പറഞ്ഞു. ഒരാളുടെ ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടത്തിനൊന്നും ആരും എതിര് നിൽക്കാൻ പാടില്ല. അതൊക്കെ ജനിച്ചപ്പം മുതലുള്ള ഒരു ശീലിച്ചു പോയി. നിർത്തൂ എന്ന് പറയുമ്പോ നമുക്ക് അത് വിഷമം. ശരിക്കും ഇത് ഇപ്പൊ ഇങ്ങോട്ടാ വന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു, ശരിയാന്നോ? അങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നും. സത്യം പറയൂ, ആരെന്താ പറഞ്ഞു? ഞാൻ തന്നെ. ആണോ? സംഭവിച്ചു. എന്നാ ചോദിച്ചത്? ഇഷ്ടമല്ലായിരുന്നല്ലോ, നോക്കുന്ന പോലും. പിന്നെ ഫ്രണ്ട്സായി ഈ സംസാരിച്ച് പിന്നെ ഫ്രണ്ട്സായി. നീ കള്ളത്തരം മുഖത്ത് മാത്രമേ ഉള്ളൂ, മനസ്സിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു വിശ്വാസം വന്നു. മനസ്സ് ഭയങ്കര ശുദ്ധതയുള്ള, ഭയങ്കര ശുദ്ധമൊന്നുമല്ല എന്നാലും അഡ്ജസ്റ്റബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര നല്ലവനൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഈശ്വര, ഇത് ആദ്യമായിട്ട് ഒരു ഭാര്യ ഇങ്ങനെ അങ്ങ് തുറന്ന് ഒരു ഓപ്പൺ ആയിട്ട് പറയുന്നത്. സത്യം പറയണ്ടേ, പല ഭാര്യമാരുടെയും മനസ്സിലുണ്ടാവില്ലേ, നമ്മൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ടാവും. പക്ഷെ കാണുന്ന നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര. എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വെച്ചാല് ഞാനിങ്ങനെ ഒരു ബസ്സിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഡോറിന്റെ സൈഡിലുള്ള ആ സീറ്റിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇറങ്ങാൻ നേരത്തെ ആ ഡോറ് തുറന്നിട്ട് ബാക്കി ഇറങ്ങാൻ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഇവരെൻ്റെ മുഖത്ത് നിന്നെ എപ്പങ്ങനെ കണ്ടിട്ട് അടിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവരങ്ങ് ഇറങ്ങി, അവർ ചേച്ചി ഇറങ്ങി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഇങ്ങ് പോയി. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഉള്ളില് കേറിയിട്ട് അവർക്ക് അങ്ങ് അരിശായി മാറിയല്ലേ. അയ്യോ, അപ്പൊ ഒരു ഇച്ചിരി പോലെ സ്നേഹമൊന്നും കിട്ടുകയല്ല. അത് വലിയ പ്രയാസാട്ടോ. എന്നെ ചീത്ത പറയുമായിരുന്നു ആദ്യം കല്യാണത്തിന്റെ സമയത്തൊക്കെ. നിനക്ക് വേറെ ഒരു പണിയില്ലായിരുന്നു, എന്തിനാ വെറുതെ സ്വയം തൂങ്ങിച്ചാവുന്ന പോലെയല്ലേ അവനെ കല്യാണം കഴിക്കണത്. എന്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, ഇങ്ങേറിനെ മോശമായിട്ടല്ല, ഇത് കണ്ടിട്ടേ അലവലാതി ക്യാരക്ടർ ആയിരുന്നു ജോയ്സ് സാർ. അങ്ങനെ ആ ഒരു കഥാപാത്രത്തിന്റെ മോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെയാണ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ക്യാരക്ടേഴ്സിൽ അതിൽ മെയിൻ ആയിട്ട് പറയാവുന്നത് ഈ ക്യാരക്ടർ. ഇപ്പം പുള്ളിയുടെ ഫാമിലി ഭയങ്കര പക്ക ഓർത്തഡോക്സ് ആണ്. അപ്പൊ അത്രയും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലേക്ക് ചെല്ലുമുണ്ടായ അച്ഛൻ അമ്മ അങ്ങനെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? അതില് ഒരു കോമഡി ഉണ്ട്. എന്നുവെച്ചാല് ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു 2 വീട്ടുകാരും. പിന്നെ ദൈവം സഹായിച്ച് അവര് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ച് ഓക്കെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വീട്ടിലോട്ട് ഇല്ല, എൻ്റെ വീട്ടിലോട്ട് നമ്മൾ സാധാരണ സമ്മതിച്ചിട്ടേ കല്യാണം കഴിക്കാവൂ എന്നൊരു നിബന്ധന ഇവർക്ക് ഉണ്ടായിരുന്നു. അല്ലാണ്ട് പോയി ഒളിച്ചോടി പോയി കല്യാണം കഴിക്കും അതൊന്നും അല്ല. വീട്ടുകാരും വേണം നമുക്ക്, അങ്ങനെയുള്ള ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അച്ഛനെ ഇവള് വിളിച്ചത് എന്താണെന്ന് അറിയാം? അളിയാന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉള്ളൂ, അച്ഛനെ കയറി അളിയാന്ന് വിളിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു അബദ്ധം പറ്റിയതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ചായയൊക്കെ എടുത്തിട്ട് പുറത്ത് അച്ഛൻ പത്രം വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അളിയാ അപ്പൊ എപ്പറങ്ങ സത്യത്തില് ഭയങ്കര പുള്ളിക്കാരൻ ഹിറ്റ്ലർ എന്നാ പറയാ അവരുടെ ഫാമിലിയില്. ഭയങ്കര അളിയാന്ന് വിളിച്ചു. എന്താ ചെയ്യാ, പറ്റിപ്പോയി. ഞാൻ പുള്ളീനെ അളിയാന്നാ വിളിക്കണ്ടായിരുന്നെ. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അളിയാന്നാ വിളിക്കുക. അപ്പൊ അവര് എല്ലാവരുടെയും ഏറ്റവും താഴെ ഞാൻ, അതുകൊണ്ട് കുഞ്ഞളിയനാണ് ഞാൻ. ബാക്കി എല്ലാവരുടെയും അളിയന്മാരെന്ന് എല്ലാവരും അളിയാന്ന് വിളിച്ച് പിന്നെ എന്റെ മമ്മീനെ ആയാലും ഞാൻ സ്നേഹം കൂടി കഴിഞ്ഞാൽ പേരാ വിളിക്കുക. അപ്പോൾ അങ്ങനെ അതുപോലെ ആയതുകൊണ്ടേ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വേറെ ഒന്നും പോയില്ല. നമ്മളവിടെ ചെന്നു, ഞാൻ ചോദിച്ചപ്പം അളിയാ അതിങ്ങ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛനൊരു നോട്ടം നോക്കി. ഞാൻ വിചാരിച്ചു പോയി
പക്ഷെ പോയി. പക്ഷെ അത് നന്നായി കേട്ടാ. അതോടുകൂടി ഇങ്ങനെ ആള് ആ ടൈമിൽ എന്നാ ചെയ്തു അച്ഛൻ? അച്ഛനൊരു നോട്ടം നോക്കി, രാമനോ തെറ്റി വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പിന്നെ ചിരിച്ചിട്ട് പേപ്പർ തരുകയും ചെയ്തു. അത് കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരൻ ആ ഒരു ഇതില്ല. എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ ഏറ്റവും സ്വാതന്ത്ര്യം എനിക്കാ. ആ കുടുംബത്തില് അച്ഛന്റെ മനസ്സിലായി ആ ഒരു നിഷ്കളങ്ക മനസ്സോടുകൂടി പെട്ടെന്ന് അച്ഛനെ ഹിറ്റ്ലറായിട്ട് നിൽക്കുമെങ്കിലും ഉള്ളിലാള് പാവാണ്. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. അതങ്ങ് വിടാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തൊക്കെ വരുള്ളൂ, സിനിമയ്ക്ക് പോവില്ല. എന്ത് കാര്യം നടക്കണമെങ്കിലും അമ്മ ഇവളോട് പറയും. റെക്കമെൻഡേഷൻ മരുമോൾ വഴി. ഓക്കെ. അപ്പൊ ഇവളോട് പറഞ്ഞത് സിനിമക്കോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നാലും വരില്ല അച്ഛൻ. സിനിമക്ക് നമ്മള് എനിക്ക് എന്നെ കൊണ്ടുപോയി 3 മണിക്കൂറൊന്നും തിയേറ്ററിലിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. അച്ഛൻ മര്യാദക്ക് വരുന്നോ അല്ല ഞാൻ എടുത്ത് പൊക്കി വണ്ടി കയറ്റിയിരുന്നോ ചോദിക്കുള്ളൂ. എടോ വീട്ടിലെ അമ്മയും മക്കളും ഒക്കെ പേടിച്ച് നിന്ന് അച്ഛന്റെ അടുത്ത് വണ്ടിയിലോട്ട് കയറ്റിയിരുന്നോ? അല്ല അത് അച്ഛനറിയാം. ലൈക് ഞാൻ അത്രയും ഓപ്പൺ ആയിട്ട് ഉള്ളതുള്ള പോലെ പറയും, ഒന്നും മനസ്സിൽ വെക്കില്ല എന്നുള്ള അച്ഛനറിയാം. അച്ഛനും ഒന്നും മനസ്സിൽ വെക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഫ്രീഡം നല്ലതാണ്. ഈ ഒരു അകൽച്ചയെക്കാട്ടിലും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത്. പക്ഷെ അതല്ല, സ്നേഹമുള്ളിടത്ത് വഴക്കുള്ളൂ. സത്യം. അപ്പൊ പിന്നെ അതങ്ങ് കിടക്കട്ടെ. അത് ഈ സീരിയസ് തല്ലു ഇതൊന്നുമല്ല. കാരണം 2 വിശ്വാസങ്ങളായതിന്റെ പ്രശ്നമാണ്. പുള്ളിക്കാരനൊരു വിശ്വാസം, എനിക്കൊരു വിശ്വാസം. പുള്ളി എന്നെ പറയും, ഞാൻ പുള്ളിനെ പറയും. ആർഗ്യുമെന്റ്സ് അത്രേ ഉള്ളൂ. അത് നല്ല രസാ. പിന്നെ നേരത്തെ നമ്മളൊരു തലവരെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഇപ്പം ഈ പറഞ്ഞ കൂട്ട് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്താലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവാണ് തലയിൽ വന്ന് വീഴുന്നത്, തലവരെയാണ്. പക്ഷെ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ആക്ടറായിട്ട് വരാനും ഒരു ബാങ്കിങ് മേഖലയിൽ നിന്ന ആള് ഇങ്ങനെ ഒരു ആക്ടറിലേക്ക് വരാനും ഒക്കെ ഉണ്ടായ ആ ഒരു അത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഒരു പിന്നെ ബാങ്കിങ് ഫീൽഡായിരുന്നു. അപ്പോൾ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയലാണ് ഞാൻ ഫസ്റ്റ് വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്നുവെച്ചാൽ സാധാരണ പോലെ എല്ലാവരെയും പോലെ നമ്മൾ മറ്റേ പടത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ഒരു 95 ആൾക്കാർക്ക് ഒന്ന് തല കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതുണ്ടെന്നല്ലാതെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യാനോ അതിനൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് രാജ് ഓട്ടോഗ്രാഫിൽ നായകനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്. അപ്പോൾ ഇവനെ കാണാൻ വേണ്ടി വേറൊരു സുഹൃത്ത് പറഞ്ഞു, എടാ എനിക്കിങ്ങനെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്, ഒന്ന് വന്ന് പരിചയപ്പെടുത്തി തരുമോ, ഒന്ന് ആ ലൊക്കേഷനിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് കൂട്ടുപോയിട്ട് അവൻ ഫോട്ടോ ഒക്കെ കൊടുത്ത് അവിടെ ഇതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഓർക്കൂട്ട് ഫേസ്ബുക്ക് അത്ര. അപ്പോൾ ഓർക്കൂട്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടപ്പോഴേ ഭയങ്കര പ്രതികരണം. ഞാൻ വിചാരിച്ചാൽ കൊള്ളാല, ഇവരുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തതിന് ഇത്രക്കും ഭയങ്കര പ്രതികരണമോ, എന്നാൽ പിന്നെ ഇത് എനിക്കും നോക്കിയാലോ വിചാരിച്ച് ഞാൻ വെറുതെ ഇവനോട് ചോദിക്കും, എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ അവൻ വിളിച്ച് ഫോൺ എടുക്കാതായി. ഞാൻ ഷോട്ടിലാ, ഞാൻ ശരി വെച്ചിട്ട് പോവാണ്, ശല്യക്കാരനെ. പിന്നെ ഞാൻ അങ്ങ് വിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പെട്ടെന്ന് എൻ്റെ ഫോട്ടോ അയക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. ഇവിടെ വന്ന് ഉള്ള നല്ലൊരു ജോലിയായിരുന്നു, അത് കളഞ്ഞ്. എന്ന് വെച്ചാൽ മാസത്തിൽ 10 ദിവസം അഭിനയിക്കാൻ വിടുവോ അവര്? ഇല്ല, സർക്കാർ ജോലിയല്ലല്ലോ, പ്രൈവറ്റ് ഫേം. അപ്പം ജോലി വിട്ടു. അപ്പൊ തന്നെ എല്ലായിടത്തും കുറച്ച് നല്ലൊരു ജോലിയും കളഞ്ഞ്. അപ്പൊ തുടക്കക്കാർക്ക് കിട്ടുന്ന പ്രതിഫലം അറിയാലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോഗ്രാഫ് കഴിഞ്ഞ ഫുൾ ബ്ലാങ്ക് ആയി, ജോലിയും ഇല്ല, ഇവിടെയും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. നല്ലോണം കേട്ടോ, അതൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഒരു വാശിയായി. പിന്നെ ദിവസം രാവിലെ ഇറങ്ങും ഓരോ ലൊക്കേഷനിൽ. ചിലർ പറയുന്ന കേൾക്കാറില്ല ഇന്റർവ്യൂസിലൊക്കെ, ഞാൻ എവിടെയും ചാൻസ് ചോദിച്ചിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ അതിൽ നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ഇതുവരെ ആരുടെ ചാൻസ്, ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ ഇഷ്ടം പോലെ ചാൻസ് ചോദിച്ച് തെണ്ടിയിട്ട് തന്നെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്, സത്യമാണ്. ഞാൻ അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ദിവസം രാവിലെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇല്ല കേട്ടോ വേറെ ആളെ ആക്കി എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഉള്ള ഫോട്ടോ ഒക്കെ കീറി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ട്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഇറങ്ങും അടുത്ത ലൊക്കേഷൻ. അവിടുന്ന് നമ്പർ മേടിക്കും, അവരെ വിളിച്ച് ശല്യപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ചാൻസ് ചോദിച്ച് എല്ലാവരും എന്നോട് ഇപ്പം ഫേസ്ബുക്കിലും അങ്ങനെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, നമുക്കൊരു ചാൻസ് മേടിച്ച് തരാമോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. സീരിയൽസ് ഓൾമോസ്റ്റ് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അവിടെ വന്നിട്ട് ചാൻസ് ചോദിച്ച് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്താൽ കിട്ടും. ചിലർക്ക് ലക്കാണ്, കുറെ ഭാഗ്യം വേണം, കുറെ ഭാഗ്യം വേണം, കുറെ നമ്മുടെ പരിശ്രമം വേണം. ചാൻസ് ചോദിച്ച് കിട്ടി പിന്നെ നമ്മളെ കണ്ട് പരിചയമായി
ആ ഈ ക്യാരക്ടറിന് പറ്റും, അതിലൊരു റേപ്പ് സീൻ ഉണ്ടാവും, വേണ്ട ജിഷ്ണ വിളിച്ചോ, അവൻ ചോയ്സ് ഇല്ല എന്നുള്ളൊരു അങ്ങനെ ആ ഒരു ലെവലിൽ ഇപ്പൊ ആയി വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നപ്പോ ശരിക്കും ആ ഒരു പ്രയാസം ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ. ശരിക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി, ഇറിറ്റേറ്റഡ് ആയി, നമ്മള് തന്നെ ആ ശരി അവൾക്കുള്ള ജോലി പോവുകയും ചെയ്തു. ഇപ്പൊ കോളേജ് കഴിഞ്ഞ് സ്ട്രേറ്റ് ബാങ്കിങ്ങിലേക്ക് കയറിയോ? അയ്യോ, ഇതിന്റെ ഇടയിൽ വലിയൊരു കഥ വേറെ ഉണ്ട്. അത് ഇവരുടെ വീട്ടുകാർ പറഞ്ഞിട്ട് അറിയണതാ. ഇതിനു വേണ്ടിയിട്ടല്ല പുള്ളിക്കാരനെ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെ. പിന്നെ പുള്ളി പട്ടാളത്തിൽ ചേരാൻ വേണ്ടി ഒരു സ്ട്രഗിളിങ് നടത്തിയിട്ടുണ്ട്. അതെന്താ പട്ടാളം ഒരു ലക്ഷ്യം? പട്ടാളം അത് എന്റെ 2 കൂട്ടുകാർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവര് പട്ടാളത്തിൽ പോയി. അപ്പൊ ഞാൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പട്ടാളത്തിൽ ചേരാൻ മിനിമം 50 കിലോ വേണം. എനിക്ക് 48 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ട് എന്നല്ലാതെ 48 കിലോ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം പോയി, വെയിറ്റ് ഇല്ല. അപ്പൊ ആദ്യം കോഴിക്കോട് അവിടെ ജട്ടി മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അവർ വിളിക്കും, ചെസ്റ്റ് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ഇതൊക്കെ നോക്കി, പിന്നെ ഓട്ടം, ഇങ്ങനെയൊക്കെ റൗണ്ട്സുകളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് നോക്കി ഹൈറ്റും ഒക്കെ, വെയിറ്റ് ഇല്ല, 48 കിലോ. തിരിച്ചു വന്നു. പിന്നത്തെ പ്രാവശ്യം പോകുമ്പോഴേ ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടപ്പനാവുന്നില്ല, 50 കിലോ കഷ്ടി 50 കിലോ ആക്കി വെച്ചിട്ട് അവിടെ ചെല്ലുന്ന തലേന്ന് വയറ്റിളക്കം, വീണ്ടും 48 കിലോ. പിന്നത്തെ പ്രാവശ്യം പോയപ്പം രാവിലെ പുലർച്ചയ്ക്ക് തന്നെ അച്ഛനെ ചെയ്യും ഒരു 1.5 കിലോ റോബസ്റ്റ പഴം. ഈ റോബസ്റ്റ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ 1.5 കിലോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ അങ്ങ് വെയിറ്റ് കൂടുതൽ കാണിക്കും. അങ്ങനെ ഉണ്ട് റോബസ്റ്റ പഴത്തിന്. അപ്പം വെയിറ്റ് അത് ആരോ പറഞ്ഞു കൊടുത്ത ടിപ്പാ. പുലർച്ചെ 4 മണിക്ക് മൂർക്കം വലിച്ച് ഇറങ്ങുന്ന എന്നെ വിളിച്ചിരുന്നു വെച്ചിട്ട് കഴിക്ക് പറഞ്ഞിട്ട് റോബസ്റ്റ പഴം കുത്തിക്കയറ്റോ 1.5 കിലോ. ആലോചിച്ച് നോക്കിയേ. ഇതും കൊണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോ വെയിറ്റ് കറക്റ്റ്, ചെസ്റ്റ് ഇല്ല, ഈ എല്ലും കൂടി ഇരിക്കുന്ന എനിക്ക് എവിടെ ചെസ്റ്റ് കിട്ടാൻ 85 അങ്ങനെ ഒരു 3-4 ശരിക്കും പറഞ്ഞാൽ ദേശസ്നേഹം ഉണ്ടായിട്ടൊന്നും പോയതല്ല. അല്ല, കൂട്ടുകാർ പോയോണ്ട്. ഇതിപ്പോ ഈ അഭിനയിക്കാൻ വന്നതും കണ്ടില്ലേ, കൂട്ടുകാരനുണ്ട്. അവരുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോ കൊറേ ലൈക്ക് അങ്ങനെ ഇത്. അപ്പൊ പിന്നെ ഞാനും പക്ഷെ പിന്നെ സീരിയസ് ആയി. ഇപ്പം ശരിക്കും ട്രൂ ഡെഡിക്കേഷൻ ടുവേർഡ്സ് വർക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നത് ഇറ്റ് വാസ് മെക്കാനിക്കൽ ലൈഫ്. എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, ജോലിക്ക് പോകുന്നു. ഇത് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ അവിടെ തന്നെ ഞാൻ 9 മണിക്ക് എത്തണ്ടേ, ഞാൻ ലേറ്റ് ആയിട്ട് 10-11 മണിയാകുമ്പോൾ ഓഫീസിലെത്തും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമുക്കൊരു താല്പര്യമില്ല, ദിവസം ഇത് തന്നെ. പക്ഷേ ഇവിടെ രാവിലെ 6 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് റെഡി ആയിട്ട് 6 മണിയാകുമ്പോൾ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കും. രാത്രി ചിലപ്പോൾ 10 മണി വരെ ഷൂട്ട് പോകും, പിറ്റേ ദിവസം രാവിലെ വരെ ഷൂട്ട് പോകും, ഒരു പ്രശ്നമില്ല. അവിടെ പോയിരുന്ന് നമുക്ക് എന്തോ ഒരു എനർജിയാണ്. ചിലര് പറയുന്നതൊക്കെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാലേ ഇത് എത്ര നേരമായി, ഇത് തീരാറായില്ലേ ചോദിച്ചു. എനിക്കൊരു 16-20 സീൻ ഉണ്ടെങ്കിൽ 20 സീനും പുള്ളി അങ്ങനെ. ഇപ്പം സീരിയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേ ആണ് ഇത് വരുന്നത്. അപ്പം അവിടെ എല്ലാവരും വിചാരിക്കുക ഒരു ദിവസം ഒരു സീൻ 2 സീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം വർക്ക് ഉണ്ടാവാനല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുക. പുള്ളി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷെഡ്യൂൾ ഒരു ദിവസമേ ഉള്ളൂ, എല്ലാം കൂടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാ. എല്ലാ സീനിലും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം, വെറുതെ ഇരിക്കാൻ ഇഷ്ടം. അപ്പൊ ശരിക്കും പറഞ്ഞത് ബോണ്ട് ടു ബി ആൻ ആക്ടർ എന്ന് പറയുന്ന പോലെ. അങ്ങനൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ പറഞ്ഞോണ്ട് ബാക്കി 2 പോയപ്പോഴും ഈ മടുപ്പ് തോന്നി. അല്ല, ഇത് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു തൊഴിലും കൂടിയാണ്. കലാപരമായിട്ടുള്ള ഇഷ്ടം വേറെ, ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു തൊഴിലും കൂടിയായിട്ട് നമ്മളൊരു തൊഴിലും കൂടിയായിട്ട് കാണുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്തു പോകുന്നു. വെറുതെ എങ്ങനെ വന്ന ഫീൽഡിലേക്ക്? എൻ്റെ മമ്മി ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പോൾ മോഡൽസിനൊക്കെ ഒരുക്കാറുണ്ട്. അങ്ങനെ മമ്മിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ല, ഇങ്ങനെ മോഡലിംഗ് ഫീൽഡൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കലണ്ടറിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു എൻ്റെ മോളുണ്ട്, ചെറിയൊരു സംഭവമേ ഉള്ളൂ, 2 ഫോട്ടോ അത്രേ ഉള്ളൂ, ഒരു കലണ്ടർ. അത് ചെയ്തു. ആ ഫോട്ടോ കണ്ട് വേറെ പ്രോഗ്രാമിന് വിളിച്ചു. അങ്ങനെ കണക്ട് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി, ആഡ്സ് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് ഫസ്റ്റ് വാസ്തവം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു, പൃഥ്വിരാജിൻ്റെ അനിയത്തിയായിട്ട്. അപ്പോൾ ആ സിനിമയിൽ ചെറിയ ഞാനും ചെറുതാണ്, ക്യാരക്ടറും ചെറുതാണ്. അപ്പോൾ എല്ലാവരും കളിയാക്കി തുടങ്ങി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ബാക്കിൽ വന്നിട്ട് തല കാണിക്കാനും മാത്രം എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കി. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ആഞ്ഞ് ശ്രമിച്ചു. ഫോട്ടോ അത്രയും നാൾ അറിയില്ലായിരുന്നു എന്താണ് ഇതിലേക്കില്ല. അപ്പോൾ ഫോട്ടോ ഷൂട്ട്സ് ചെയ്തു.
പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ വിളിച്ച് കണക്ട് ചെയ്ത് ഒരു മാഗസിൻ്റെ കവർ ഫോട്ടോ കണ്ടിട്ടാണ് ഫസ്റ്റ് മൂവിയിലേക്ക് വിളിക്കുന്നത്. ലോഹി സാറിൻ്റെ ശിഷ്യനായിരുന്നു അതിൻ്റെ റൈറ്റർ. അപ്പോൾ അങ്ങനെ ലോഹി സാറ് മുഖേനയാണ് നിവേദ്യത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് മുടി ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് കഴിയട്ടെ, അവസരങ്ങൾ വരും, പ്രായത്തിലല്ലായിട്ടുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പുള്ളി തന്നെ എന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ വന്നു. ഓക്കെ. ഇപ്പം റിയൽ ലൈഫിൽ ജസ്റ്റിൻ ഭയങ്കര റെസ്പോൺസിബിൾ ഹസ്ബൻഡ്, ഒരു ഫാദർ ഒക്കെയാണ്. ആണ് ആണ് ഫുൾ എന്താ പറയാ, മൊബൈൽ അഡിക്ഷൻ മാത്രമാണ് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. വേറെ എല്ലാം കൊണ്ടും ഞാനും അംഗീകരിക്കേണ്ടി വരും. അതാണ്, അതുകൊണ്ട് ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. അഡിക്റ്റ് ആയി പോകുന്നതാണ്, അപ്ഡേറ്റ് ആവുന്നത്. ഇതില് കുറച്ചു നേരം നോക്കിയില്ലെങ്കിൽ ഒരു 10-300 മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് വാട്സാപ്പിൽ. ഇത് പെട്ടെന്ന് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇത്ര ചെയ്യുന്നുള്ളൂ. ഒരു 10-200 ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്ത് എപ്പോഴും മെസ്സേജ് വരും. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും എന്താ എന്താ ഞാൻ ഒന്നും കേക്കില്ല. ഞാൻ ചില സമയത്ത് ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഡിസ്കഷൻ ആയിരിക്കും. പറയുന്ന ഒരു പരാതി എന്താ അറിയോ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ അടിച്ചേക്കുന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇതിൽ നിന്ന് മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, അല്ല ഗെയിം കളിച്ചോണ്ടിരിക്കും. ചുമ്മാതാണ്, കേൾക്കുന്നില്ല. ഞാനിപ്പോ പറയാ ചേട്ടാ ഇങ്ങനെയാണ്, അതിപ്പോ എന്താ ചെയ്യാ, അപ്പൊ നോക്കുമ്പോ ഭയങ്കര ഗെയിം കളിയായിരിക്കും. അതുകൊണ്ട് എന്തായി, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഭയങ്കര നോർമലി സീരിയലിലൊക്കെ ഭയങ്കര പാവം ക്യാരക്ടേഴ്സ് എങ്കിലും ആൾക്കാരുടെ വിചാരം ഞാൻ ഭയങ്കര ഒരു ഇതും എന്താ വെച്ചാൽ കാര്യം സംസാരിക്കാൻ മുഴുവൻ ഞാനാ. പുള്ളിക്കാരൻ ടെൻഷൻ അടിക്കാൻ വയ്യ, അപ്പം ഡിസിഷൻ എടുക്കേണ്ട സമയം വരുമ്പം അതെന്റെ തലയിൽ വരും. അപ്പൊ ആ ഡിസിഷൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെന്റെ തലയിൽ വരും. അപ്പൊ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? അപ്പൊ ഞാൻ ഏറ്റവും അല്ലല്ലോ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതെന്തായാലും ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തായാലും ടെൻഷൻ അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വരദ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒട്ടും ടെൻഷൻ ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു, പുള്ളിക്കാരനില്ലായിരുന്നു. ഇവിടെ ചോദിച്ചില്ല, അവിടെ ഇവിടെ ഉത്തരം പറയൂ. ഒട്ടും ഇല്ലായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ കാണിക്കണ്ടേ ടെൻഷൻ ആക്കാൻ മാത്രം? ഞാൻ അത് വരദ കാണിക്കൂ ഇല്ലെന്നല്ല ചോദിച്ചത്. അല്ല, ടെൻഷൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു അത്രയില്ല, ഒന്നുമില്ല. ഞാന് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. പ്രസവത്തിന് ഇവളെ കൊണ്ടുപോയിട്ട് പെയിനായിട്ട് കൊണ്ടുപോയിട്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു. അപ്പോൾ ഇവളെ അകത്ത് കയറ്റി ചെക്ക് ചെയ്ത് പറഞ്ഞു പെയിന് വരാൻ സാധ്യതയുണ്ട് അത് പറഞ്ഞ് ഇവളെ റൂമിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് സമയം എടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ 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 ചെയ്യുന്നത്, അവൾക്ക് എന്ത് ഉണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ ഇവളവിടെ ഇരുന്നിട്ട് കട്ടിലിരുന്നിട്ട് കാലൊക്കെ ആട്ടിക്കൊണ്ടില്ല പരിപ്പോടെ നിന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയാ, ഇവള് കാണാതെ അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ അയച്ചു കൊടുത്തു. ഇതാണ് അവസ്ഥ. വീട്ടിലുള്ളവരുടെ ടെൻഷൻ മുഴുവൻ പോയി. എന്നുവെച്ചാൽ അച്ഛനത് കണ്ട് അച്ഛനത് ഇപ്പോഴും ആ വീഡിയോ എടുത്തിട്ട് നോക്കിയിട്ട് ചിരിക്കാറുണ്ട്. ആലോചിച്ചത് വീഡിയോ കാണിച്ചു. അത് ടെൻഷൻ. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം അത് പറഞ്ഞു. പുള്ളിക്കാരന് ടെൻഷൻ ബേസിക്കലി ഒരു കാര്യത്തിനും ടെൻഷൻ ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നാളെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരി, അല്ല ഇപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചേട്ടാ എനിക്ക് ഒരു ഇത്രയും രൂപയുടെ ആവശ്യമുണ്ട്, കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പം അല്ല അതെനിക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ പുള്ളി വേറെ ചിന്തയായി. പിന്നെ ഞാൻ അപ്പൊ ഞാനല്ലേ തല പോയിക്കുക ചിന്ത. ഇത് എല്ലാതും എങ്ങനെ റോൾ ചെയ്യണം. ശരിക്കും ഒരു പ്രശ്നം അങ്ങനെ, അഥവാ സപ്പോസ് ഇപ്പൊ വരദ പറഞ്ഞ പോലെ ഇപ്പൊ നാളെ ഒരു പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞു, ഇത്ര ഈസി ഗോ ആയിട്ട് എടുക്കും. നാളെ ആ ടൈം വരുമ്പോ എന്നെ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ പിന്നെ ഒരു പ്രശ്നം നമ്മള് പ്രശ്നമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പരിഹരിച്ചില്ലെങ്കിലോ അത് കുറച്ചും കൂടി കൊളാവും. അത്രയല്ലേ ഉള്ളൂ, അതിൽ കൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ വരദേനെ വേണം ഞാൻ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കാൻ. അല്ല ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്ന ഭർത്താവ് ആദ്യമായിട്ടാ. ഇതുപോലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക്
എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് അതും പ്രശ്നമില്ലായിരുന്നു. ടെൻഷൻ അടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളി എന്നെ സന്തോഷിപ്പിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ പുള്ളി ചെയ്യും. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രി 12 1 2 ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ഉറക്കം കൂടെ കളഞ്ഞ് ഞാൻ സംസാരിക്കുക. കാരണം എനിക്ക് എന്തൊക്കെയോ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം 7 മാസം കഴിഞ്ഞ് 8 ആവാറായി. അപ്പം പുള്ളി ഞാനൊരു പാട്ട് പാടിത്തരാന്ന് നോക്കും. സന്തോഷം പാടിത്തന്ന പാട്ടൊക്കെ പാടുമ്പോ ടെൻഷൻ. നോർമലി എനിക്ക് പാട്ട് ഭയങ്കര ജനിക്കാൻ പോകുന്ന കുട്ടിക്കും പാട്ടൊക്കെ കേട്ട് പിന്നെ എല്ലാ ഗർഭിണികളും ഞാൻ എപ്പോഴും കേൾക്കാറില്ല. റിലാക്സ് ആവുമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഫ്രീ ആക്ക്, റിലാക്സ് ആയിട്ട് നീ കിടന്നുറങ്ങും, പാട്ട് പാടിത്തരാം. ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ടാ കിടക്കണ കേട്ടോ. പുള്ളി പാടാൻ തുടങ്ങി രാമകഥ. ദേവസഭാതലം. സോറി, എങ്ങനെ പാടിയത്? ആ പാട്ട് പാടിയിട്ട് ലൈറ്റ് ഓൺ ചെയ്തപ്പോ എന്റെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിരിക്കുവായിരുന്നു. ചിരിച്ചിട്ട് ഞാൻ ലേബർ പെയിൻ ആന്ന് വരെ വിചാരിച്ചു. ചിരിച്ച് വയറുവേദന തുടങ്ങി. എനിക്കറിയില്ല ഇത് ഏതാണ് ലേബർ പെയിൻ ഏതാണ് പെയിൻ എന്ന് മനസ്സിലാവണില്ല. എനിക്ക് വയറും വേദന എടുക്കുന്നു, കണ്ണീന്നും വെള്ളം വന്നോണ്ടിരിക്കുന്നു. പുള്ളി ലൈറ്റ് ഇട്ട് എന്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നപ്പോ വിചാരിച്ചു ആ സിനിമയില് ലാസ്റ്റ് കരയുമല്ലോ, അതുപോലെ ആനന്ദ കണ്ണീരാണെന്ന് ഞാൻ നോക്കുമ്പോഴേ ഇവളെ കണ്ടെന്നൊക്കെ ഞാൻ കൊള്ളാലോ. അവസാനം മോഹൻലാലൊക്കെ കണ്ണടച്ചിട്ട് പിന്നെ കണ്ണ് തുറന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നില്ലേ. ഞാനാകെ എന്റെ കണ്ണിന്ന് വെള്ളം വരുന്ന കാണാൻ വേണ്ടി ഞാൻ പിന്നെ തുപ്പലോട്ട് തേച്ച് കാണിക്കാൻ ഞാൻ നോക്കുമ്പോ ഇവള് കരഞ്ഞോണ്ടിരിക്കുന്നത് ഫുൾ കാട്ടൊക്കെ ഒലിച്ച് പോകണം. ഞാൻ കൊള്ളാലോ എന്റെ പാട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവള് ചിരിച്ചിട്ടാണ്. ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സംഗതികളും പാടി, എല്ലാ സാധനങ്ങളും പാടി. അപ്പൊ എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇങ്ങോട്ട് നോക്കൂ, ഒന്ന് പാടുവോ പാട്ട്? ആ ഒരു രാഗത്തിൽ ആ ഒരു ശ്രുതിയിൽ ഒന്ന് ഞങ്ങളും കൂടി ഒന്ന് കേട്ടോ. ഭയങ്കര പോരാട്ടം. സാരില്ല, വറുത ഇത്രയും കരഞ്ഞെങ്കിൽ ഞങ്ങക്ക് ഒന്ന് അല്ല ഇത് ആസ്വദിച്ച് കുഞ്ഞ് കരഞ്ഞതാ. വേറെ വല്ല 2 വരി പാടിയാ മതി. പിന്നെ അവര് ലിറിക്സിസ്റ്റിന് കുറെ തെറ്റ് പറ്റിയതൊക്കെ ഇങ്ങനെ തിരുത്തും. അത് വേറെ. അതൊന്നുമില്ല. ശിവവാഹനമേ നന്ദി എന്നാണ് ഞാൻ പാടാറ്. നന്ദിയല്ലേ ശിവന്റെ ആ വേർഡ് വന്നിട്ട് നന്ദിയാണ്. പുള്ളിക്ക് തെറ്റിയതൊക്കെ ഒന്ന് തിരുത്തിയതല്ലേ ഒന്ന്. പിന്നെ വിഷമം എന്താണ് ഋഷഭം പറയുമല്ലോ, അതിനിങ്ങനെ ഷഡ്ജം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഋഷഭം അങ്ങനെ അങ്ങനെ എന്തോ ആണ്. അതിന് പകരം വിഷമം എന്ന് പറഞ്ഞിട്ടാണ് പാടുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. നട്ടപ്പാതിര 2-2.5 മണിക്ക് ഉറക്കം വരാതിരിക്കുന്ന പ്രഗ്നന്റ് ആയ ഭാര്യയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ പാട്ട് പാടി തരിക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഉറങ്ങിയോ? ഇല്ല, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട്, കാരണം വയറുവേദന തുടങ്ങിയായിരുന്നു. നല്ല ചിരിക്കുക, സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇതെന്തായാലും നല്ലൊരു കാര്യം ചെയ്ത് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു, അത് ഓക്കെ. പക്ഷെ എന്നാലും 2 വാക്ക് വരിക, 2 വരി വരികയല്ലേ. ഓ ഇപ്പൊ എന്നാ ട്രോളൊക്കെ വരും. കൊച്ചിനെ കേൾപ്പിക്കാൻ ഭയങ്കര പാട്ടാ. അത് മറ്റേ പ്രമദവനമാണ്. ഞാനിപ്പോ കൊച്ചിന് പാട്ടൊക്കെ പാടാം. ഓ എന്നാ ട്രോള് വരാൻ മറ്റേ പാട്ടാണ് പാടുന്നത്. അല്ലെങ്കിൽ അറിയാവുന്ന ഒരു പാട്ട് പാടിയേച്ചാലും മതി. ഇല്ല ദേവസഭ. അതാ പിന്നെ വരുത്താത് മറക്കേയില്ല, അതൊന്ന് പാടിയെന്ന് മുഴുവൻ. എനിക്ക് ഞങ്ങള് മുഴുവൻ ആഗ്രഹിക്കുന്നില്ല, 2 വരി മതിയെന്ന് പ്ലീസ്. ദേവസപാദലം രാഗിലമാക്കുവാൻ നാദമയൂഹമേ സ്വാഗതം സ്വാഗതം. ബാക്കി ഇനിയുള്ള സാധനങ്ങൾ ലാസ്റ്റ് മതി. ഞാൻ വിളമ്പട്ടെ എനിക്ക് സഹിക്കുവല്ല ഇനി. പിന്നെ വേണ്ട, ഞാൻ ആദ്യം അവിടെ ഒന്ന് വിളമ്പിയേച്ച് വരാം. അല്ലെങ്കിൽ ഇപ്പോഴേ പാടി തുടങ്ങും. വേദന്നോ അല്ല, ഞാൻ പിന്നെ പാടി തീർക്കും. ഞാൻ ഇപ്പൊ ഉള്ളത് അങ്ങ് ഓപ്പൺ ആയിട്ട് അങ്ങ് വർത്താനം പറഞ്ഞോളെ പോലെ പോകും. ഫോർമാലിറ്റി ഒന്നും എനിക്ക് പറ്റിയല്ല. ഈ പറഞ്ഞോട്ട് തന്നെ 1 സ്പൂണ് 2 സ്പൂണ് ഒന്നും ഒക്കെയല്ല, കൈക്ക് വാക്കിന് അങ്ങനെ ഇടുക. അല്ല, എന്താ ഗുണം എന്നറിയോ? നിങ്ങളുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്റെ കണ്ണൂർ ഭാഷ ഞാൻ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സത്യമായിട്ടോ. എനിക്കിപ്പോഴും ചിലപ്പം അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. ചില സമയത്ത് എനിക്ക് പ്രാന്തായി പോകും, ഒന്നും മനസ്സിലാവില്ല. ഇല്ല, പുറത്തുനിന്ന് ഫോൺ ചെയ്തിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് വത്തക്ക വേണ്ട കർമൂസ വേണേ ചോദിക്കും.
അതാണ്. അപ്പൊ ഞാൻ ചോദിക്കും ഇത് ഒന്നുകിൽ മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അതായത് വത്തക്ക എന്ന് പറയുന്നത് ഞാൻ പറയാം വാട്ടർമെലൺ അല്ലേ? Yes. കർമൂസ്, അതെന്താ? പപ്പായ. പപ്പായക്ക് കർമൂസ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് സാധനത്തിലെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് രണ്ടും വേണ്ട, പ്രശ്നം തീർന്നല്ലോ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാ ഫ്രൂട്ട്സിനും ഓരോ പേരാ? ഓരോ പേരല്ല, ചിലതിന് കൈതച്ചക്കൊക്കെ എന്നാ പറയുന്നത്? കൈതച്ചക്കക്ക് കൈതച്ചക്ക, പൈനാപ്പിള്, അത്രേ ഉള്ളൂ. അത്ര തന്നെ. പിന്നെ പഴങ്ങൾക്ക് പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം എനിക്ക് പല പഴത്തിന്റെയും ഞാലിപ്പൂവനുണ്ട്. നമ്മുടെ അടുത്ത് ഞാലിപ്പൂവൻ, പൂവൻ, മൈസൂർ ഏതാ? മൈസൂർ പഴം, നമ്മുടെ ഭാഗത്തില് എന്താ ഇവിടെ പറയാ, പാളയംകോടൻ. പാളയംകോടൻ എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പാളയംകോടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ പഴം. മൈസൂർ പൂവൻ, പിന്നെ കദളി. ഈ രസകദളി അല്ല, രസകദളി എന്ന് പറയുന്നത് ഞാലിപ്പൂവനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചപ്പഴത്തിന് റോബസ്റ്റ. മറ്റേ ചുമന്ന പഴത്തിന് കപ്പപ്പഴം അല്ല, മീൻസ് ആ ചുവന്ന, അത് കദളിപ്പഴം. അത് കദളിപ്പഴം, ആ ചുവന്ന. ഇപ്പൊ മനസ്സിലായി. ഞാൻ എത്ര ആൾക്കാർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഓഡിയൻസിന് മനസ്സിലാവുക. ഇത്രയും നേരം ചോദിച്ച കദളിപ്പഴത്തിനല്ലേ ഞാലിപ്പൂ എന്ന് പറയുന്നത്? അതെ, ഞാലിപ്പൂവൻ പഴം. അതെ, അപ്പൊ ചുവന്ന പഴത്തിന് ഞാൻ പറഞ്ഞത് രസകദളിക്കാണ് ഞാലിപ്പൂവൻ. എനിക്ക് കദളിപ്പഴം എന്ന് പറയുന്നത് ഗുരുവായൂർ കിട്ടുന്ന കൃഷ്ണന്റെ കദളിപ്പഴം പറയാറുണ്ട്. അല്ലാതെ ഇവിടെ കിട്ടുന്ന ഒരു ചുമന്ന പഴയില്ലേ, ഇത്ര മുഴുത്തത്, അതിനാണ് കദളിപ്പഴം എന്ന് പറയുന്നത്. കഴിച്ചോളൂ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ മനസ്സിലായി. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ചിരിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനെ ക്ലാസ് നടക്കണോണ്ട് എനിക്ക് നല്ലൊരു സുഖം. ഞാൻ പിന്നെ ഇതാ പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ആയിരുന്നു. ഞാനത് കണ്ടപ്പോ തന്നെ, അതിന്റെ ലുക്ക് കണ്ടപ്പോ തന്നെ ഞാൻ കുറച്ച് പാർസൽ തരാട്ടോ, സന്തോഷമേ ഉള്ളൂ. നിങ്ങള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഫോർമാലിറ്റീസ് ഇല്ല, ഒന്നുമില്ല. അത് വളരെ നമുക്ക് അങ്ങനെ ഫോർമാലിറ്റി ഇല്ലാത്ത എന്തുകൊണ്ട് അറിയോ? ചേച്ചി ഇങ്ങോട്ടേക്ക് അങ്ങനെ ആയതുകൊണ്ടാ. എനിക്ക് ഈ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഇവിടെ ക്യാമറ ഉണ്ട് എന്നെല്ലാം മറന്നുപോയി. ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ വർത്താനം പറഞ്ഞു. അങ്ങനെ തന്നെയാ വേണ്ട. സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അതാണ് ഫീൽ. അതാണ് നമ്മള് ക്യാമറാസ് ഉള്ളതൊക്കെ ആദ്യമൊക്കെ ഇച്ചിരി ഞാൻ ഒന്ന് പിടിച്ചിട്ടാ സംസാരിച്ചോണ്ടിരുന്നത്. കഴിഞ്ഞു പോയ പിന്നെ എന്നെ വിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടാട്ടോ, ഇങ്ങനെ വർത്താനം പറയുന്നതിനോട് ഒരു ബഹളമേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മസിൽ പിടിച്ചൊക്കെ നമ്മൾ വർത്താനം പറയേണ്ടി വരും. ഇപ്പോ എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. ഒരു ബഹളം വേണമെങ്കിൽ നമ്മൾ തുറന്ന് സംസാരിക്കാം. പിന്നെ നിങ്ങളിപ്പോ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരാ. ഭയങ്കര ഫ്രീ ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ്, എല്ലാമാണ്. ഇപ്പൊ നിങ്ങൾ ഫിലിം ആക്ടർ ആക്ട്രസ് ആയിട്ട് എല്ലാ സീരിയലിലും എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാം ചെയ്തു. അപ്പൊ ഈ സന്തോഷം പോലെ തന്നെ നിങ്ങൾ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്? അതെന്റെ പ്രേക്ഷകർ ഉടമ്പടി ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, നമ്മള് ഒരേ വേവ് ലെങ്ത് ആണ്, രണ്ടുപേരും ഒരേ നക്ഷത്രക്കാരാണ്. അപ്പോൾ ഒരേ ചിന്താഗതി. ഇപ്പോൾ ഞാൻ ഇന്ന് ഓക്കെ സിനിമക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചാൽ മതി, സിനിമക്ക് പോവാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതില് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പിണക്കമുണ്ടെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് തീർക്കണം. പറഞ്ഞു തീർക്കല്ല, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർത്തിരിക്കണം. ഒരു ടിപ്പാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അത് കുറച്ചും കൂടി രൂക്ഷമായി, പിറ്റത്തെ ദിവസം ഇത് അന്ന് രാത്രി തന്നെ ഇത് തീർന്നിട്ട് നമ്മളെ ഉറങ്ങി. അതാ ഏറ്റവും നല്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ടിപ്പ് തന്നെ. അതൊരു ടിപ്പായിട്ട് അതാ നമ്മൾ ഹാങ് ചെയ്യാതെ നടക്കാതെ നമ്മളെങ്ങനെ എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇത് മൈൻഡിൽ ഉണ്ടാവണം. എന്ത് വലിയ ദേഷ്യം ഉറങ്ങാൻ പാടുള്ളൂ. ഈ പുള്ളിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ, കണാരൻ. കണാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാലിയൻ കണാരൻ എന്ന് പറയുന്ന ഒരു കോമഡി ഇതില്ല, തള്ളിക്കൊണ്ടിരിക്കും. തള്ള മീൻസ് പൊങ്ങച്ചു. എന്നിട്ട് എൻ്റെ മമ്മിയൊക്കെ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുക. തൃശ്ശൂർ എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്, നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുക. പുള്ളി അവിടെ ഇരുന്നിട്ട് അതേ
ഇതൊക്കെ എന്ത് പൂരം. കണ്ണൂര് തളാപ്പമ്പലം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അന്നാണ് ഈ തളാപ്പമ്പലം കേൾക്കണം. ഫേമസ് ആയിരിക്കും, പക്ഷെ ഞാൻ കേട്ടിട്ട് തളാപ്പമ്പലത്തിലുണ്ടല്ലോ ഈ ആനയുടെ മേളിലാണ് ഒരു ആന, പിന്നെ അതിന്റെ മേളില് വേറെ ആന. എന്നിട്ട് അന്ന് മമ്മി ഇട്ട പേരാണ് കണാരൻ. അല്ല അനുസരിച്ച് സഹിക്കാൻ പറ്റുമോ ഇവരോട് ഇരുന്നിട്ട്? ഇവർ ഭയങ്കര തൃശ്ശൂർ പൂരം കൊണ്ട ആ കൊടേന്റെ മുകളിൽ വേറൊരു കൊട കയറിയിരിക്കും, അതിന്റെ മുകളിൽ വേറൊരു കൊട വരും, 10 കൊട. ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിലുണ്ട് തളാപ്പമ്പലം, അവിടെ ഓരോ ആനയുടെ മുകളിൽ 2 ആന വെച്ച് കയറി നിൽക്കാറാണ് പതിവ്. അതിന്റെ മുകളിൽ അത് ഞാൻ പറയുന്നില്ല, കൗണ്ടർ പലതും വന്നു, പക്ഷെ അതിവിടെ പറയുന്നില്ല. അന്ന് മമ്മി ഇട്ട പേരാണ് കണാരൻ. ഇപ്പൊ അത് ഭയങ്കര ഫേമസ് ആയി. ഇനിയിപ്പൊ എല്ലാരും വിളിച്ചോളൂ. അല്ലല്ല, വന്ന് ലൊക്കേഷനിൽ ട്രോളി, ഇപ്പൊ ട്രോളി പോണില്ലേ, ട്രോളി തള്ളുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ചില ഡയറക്ടർ വരുമ്പോ പറയും ആ ജിഷൻ തള്ളുന്ന കണ്ടുപിടിക്കും, അതെങ്കിലും കണ്ടിട്ട് മതി, അതൊക്കെ തള്ളു. അത് ലൊക്കേഷനിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ലൊക്കേഷനിലെല്ലാം നമ്മള് എല്ലാവരും ചിരിച്ചു കളിച്ച് വെറുതെ അവിടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഞാൻ അവിടെ ഇരിക്കുമൊന്നുമില്ല. ഞാൻ അവിടെ എന്റെ സീൻ അല്ലെങ്കിലും വേറെ സീനാണെങ്കിലും അവിടെ പോയിരുന്നിട്ട് അവിടെ ആരെങ്കിലും ചൊറിഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതായി എന്റർടൈൻമെന്റ് വേണ്ടേ? അല്ലെങ്കിൽ പോയിട്ട് ഞാൻ പ്രോംപ്റ്റ് ചെയ്യും, അസോസിയേഷൻ ഞാൻ പ്രോംപ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യാറുണ്ട്. വെറുതെ ഇരിക്കാൻ അത്രയും ഫ്രീ ആയിട്ട് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. പക്ഷെ സത്യം ഒരു കാര്യം ഞാൻ പറയാം, അത് ഞാൻ യോജിക്കുന്നു കേട്ടോ. ഇപ്പൊ തള്ളോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു എന്നാ പറയുന്ന ഒരു എനർജി, ആ ഒരു ബഹളം ഒക്കെ ഒരു രസമാണ്. പോകുന്നതിനെക്കാട്ടിലും ഒരു 2 തമാശ കേട്ട് ഉള്ളത് സന്തോഷത്തോടെ പോകുന്നതല്ലേ. അതാ പറഞ്ഞ ചേച്ചി 2 ദിവസം ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചില്ലല്ലോ. അതാ പറഞ്ഞ വീട്ടിൽ വന്ന് നിക്കണം. ഞങ്ങളുടെ വീട് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റുകൾ പറയുന്നതാ വീടിന്റെ സ്ഥാനമൊക്കെ മാറി തുടങ്ങി, ബാക്കിലിരുന്ന വീട് ഫ്രണ്ടിൽ വന്നു. ഇത്രയും നല്ലൊരു ഭാര്യ, ഇത്രയും നല്ലൊരു എന്താ പറയാ മതി. ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇപ്പൊ മേടിച്ചു കയ്യില്, ഇനി മേലല്ല കൈ വേദനിക്കുന്നു. മനസ്സിലായി അല്ലേ? ഇത് ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാ ടിവിയില് പുള്ളീനെ ദേഷ്യം തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ. മമ്മിക്ക് പണ്ട് ഇങ്ങനെ കണ്ടുകൂടായിരുന്നു. അതാണ് ഈ കല്യാണത്തിന് വീട്ടുകാർക്കൊക്കെ എതിർപ്പ്. ഇങ്ങേരനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പം പുള്ളിയുടെ ഈ സ്വഭാവം ഇങ്ങനെയാണല്ലോ, ഈ തള്ളലും മറക്കലും തളാപ്പമ്പലും ഇങ്ങനെ കുറെ പേരുകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വില്ലത്തരം ടിവിയിൽ കാണിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് ചിരിയാ വരിക. മമ്മി ഒരു സൈഡും തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയട്ടോ, നിങ്ങളുടെ ഈ വർത്താനവും ബഹളവും എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇംപ്രഷൻ മാറും. ഈ വില്ലൻ എന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഇമേജ് മാറിയിട്ട് ഇത്രയും നല്ലൊരു മനുഷ്യനാണ് ഇപ്പൊ ഒരു ശരിക്കും അവരുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഒരു ഹീറോ ആൻഡ് ഹീറോയിൻ, കംപ്ലീറ്റ്ലി ഭയങ്കര പോസിറ്റീവായിട്ടും എനർജി ആയിട്ടും സംസാരിക്കുന്ന നല്ലൊരു കുടുംബം. അതാണ് എപ്പോഴും വേണ്ടത്. അതിന് ഫുൾ എന്താ പറയാ എല്ലാ ബ്ലെസ്സിങ്സും ഞാനും എൻ്റെ പ്രേക്ഷകരും തരുന്നു.